ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു നല്ല നാടൻ പലഹാരമാണ്. ആവിയിൽ വേവിക്കുന്ന ഇലയടയാണ്. അപ്പോൾ ഇലയട കഴിക്കാത്തവരും അതുപോലെ ഇഷ്ടമില്ലാത്തവരൊന്നും ആരും ഉണ്ടാവില്ല അല്ലേ. കാരണം എണ്ണയൊന്നും ചേർക്കാത്തതാണെങ്കിലും ആവിയിലൊക്കെ വേവിച്ചെടുക്കുന്നതാണെങ്കിലും നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. നമുക്ക് വീട്ടിലൊക്കെ ഉള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ഇലയടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഡാൽഡയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഡാൽഡയ്ക്ക് പകരം നമുക്ക് ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഡാൽഡ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചിരവിയ തേങ്ങ ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്കൊരു 3 ഏലക്കായും കൂടെ ചതക്കിയിട്ട് അത് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ തേങ്ങ അങ്ങനെ ഒരുപാട് മൂപ്പിച്ചെടുക്കണ്ട കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പൊടിച്ചിട്ടുള്ള ശർക്കരയാണ് കേട്ടോ. ഞാൻ ഇഞ്ചി കുത്തുന്നത് എടുത്തിട്ട് ഇങ്ങനെ ചതച്ചിട്ടുള്ള ശർക്കരയാണ്. അപ്പോൾ നമുക്ക് എത്രയാണോ മധുരം നമ്മൾ എടുക്കുന്ന ഒരു തേങ്ങക്കൊക്കെ കണക്കാക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് അവിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ അവിലൊന്നും പ്രത്യേകിച്ച് ഒരു അളവൊന്നും കണക്കാക്കണ്ട. കാരണം നമ്മളെ കയ്യിൽ ഇനിയിപ്പോൾ അവിൽ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത് അത്യാവശ്യം കുറച്ചൊരു ഫില്ലിംഗ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറവാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തേങ്ങയും അവിലൊക്കെ കുറച്ചാൽ മതി. ശർക്കര പിന്നെ നമ്മൾ ആ എടുക്കുന്നതിന് കുറച്ചൊരു കൂടുതൽ മധുരം നിൽക്കുന്ന രീതിയിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് ശർക്കരയുടെ. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ശർക്കര പൊടിച്ചപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ കട്ടയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ കട്ട ഒന്നിങ്ങനെ പൊടിക്കാനായിട്ട് വെച്ചപ്പോൾ കുറച്ചൊന്നിങ്ങനെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 4-5 ചെറിയ പഴം, നന്നായിട്ട് പഴുത്തിട്ടുള്ള ചെറിയ പഴം നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പഴം ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഇലയട എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫില്ലിങ് ഒരുപാട് മാറ്റം വരുത്താൻ നമുക്ക് തേങ്ങയും പഞ്ചസാരയും മാത്രം ഇട്ടിട്ട് ശർക്കര മാത്രം ഇട്ടിട്ട് ചെയ്തെടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ അവിലും തേങ്ങയും ശർക്കരയും മാത്രം ഇട്ടിട്ട് ചെയ്യാം. ഇതുപോലെ പഴം ഇട്ടിട്ടും ചെയ്യാം. അങ്ങനെ നമുക്ക് ഇനിയിപ്പോൾ കാഷ്യൂനട്ട് അതുപോലെ ഒക്കെ ചേർത്തിട്ടൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു ഫില്ലിങ്ങിൽ മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിൽ ഏത് ഇൻഗ്രീഡിയൻസ് ആണോ കൂടുതലുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്താൽ മതി. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്ത് ഇലയടൻ്റെ മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇത് വറുത്തിട്ടുള്ള ടൈപ്പ് പൊടിയാണ്. അപ്പോൾ എന്നിട്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തു. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ്. പച്ചവെള്ളമാണ്. അപ്പോൾ അത് ചേർത്തിട്ട് നമ്മൾ അധികം കട്ടിയുള്ളതും ആവരുത്, അധികം ലൂസായിട്ടാവരുത്. അപ്പോൾ അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി മൈദപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈദപ്പൊടിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരുപാട് അങ്ങ് ലൂസായിട്ട് ചെയ്യേണ്ട, കുറച്ചൊരു കട്ടിയിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അരിപ്പൊടി ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കട്ടിയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അത് അതിൽ ഒരു തരിയൊക്കെ ഉണ്ടാവുമല്ലോ പത്തിരിപ്പൊടിയുടെ. അപ്പോൾ പിന്നെ അത് ഇങ്ങനെ കുക്കാകുന്ന സമയത്ത് കുറച്ചുകൂടി ഭയങ്കര ഹാർഡായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചൊരു ലൂസായിട്ട് ഉള്ള രീതിയിൽ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇലയട ഉണ്ടാക്കാനുള്ള ഒരു മെയിനായിട്ടുള്ള വാഴയില വേണം. അപ്പോൾ ഞാൻ വാഴയില ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇങ്ങനെ നല്ല നെയ്യില്ലേ, RKGയുടെ നെയ്യാണ്. അപ്പോൾ അത് കുറച്ചൊന്നിങ്ങനെ ആക്കി കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ തടവി കൊടുക്കുക. അതിന് പകരം ജസ്റ്റ് നമുക്ക് ഓയിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി എല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇലയുടെ ആയതുകൊണ്ട് പെട്ടെന്ന് വിട്ടൊക്കെ കിട്ടും. ഞാൻ പിന്നെ ഈ ഒരു നല്ല നെയ്യൊക്കെ ചേർക്കുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു മണമൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു മാവ് നമ്മൾ ആ ഇലയിൽ നന്നായിട്ടൊന്നിങ്ങനെ ഒഴിച്ചിട്ട് പരത്തി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ലൂസായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിങ്ങനെ ഒലിച്ചിറങ്ങി ആവും. അപ്പോൾ ഇത് കുറച്ചൊരു കട്ടിയിലാണ്. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് അത് കുക്കാകുമ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി നമ്മൾ ഈ പരത്തി വെച്ചിട്ടുള്ള ഒരു മാവിൻ്റെ സൈഡിലായിട്ട് ഒരു സ്പൂൺ, 1.5 സ്പൂണൊക്കെ ഒന്ന് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് ഇതുപോലെ ഒന്നിങ്ങനെ മടക്കി കൊടുത്താൽ മതി. നേർ പകുതിയാക്കിയിട്ട് മടക്കുന്ന സമയത്ത് ആ ഒരു ഫില്ലിങ് നടുക്കാവും 2 സൈഡിൽ മാവും വരുന്ന രീതിയിലായി കിട്ടും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ഇലയടയും കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ആദ്യം കുറച്ച് ഇങ്ങനെ ഒന്ന് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു മാവ് കുറച്ച് ഒഴിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്നിങ്ങനെ പരത്തി കൊടുക്കുക. അപ്പം ഞാനിവിടെ എനിക്ക് കിട്ടിയത് ചെറിയൊരു വാഴയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് വലുപ്പത്തിൽ ഉണ്ടാക്കാത്തത്, കുറച്ച് മാത്രം ഇങ്ങനെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആ ഒരു മാവ് പരത്തിയതിന് ശേഷം ഇതുപോലെ സൈഡിൽ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 രീതിയിൽ ഇത് മടക്കിയെടുക്കാം. അപ്പോൾ ജസ്റ്റ് നമുക്കിതുപോലെ തന്നെ മടക്കിയിട്ട് ആവി കയറ്റിയിട്ട് ആക്കാം. ഇനി അല്ലാതെ തന്നെ ഇതുപോലെ ഇങ്ങനെ നമുക്ക് മടക്കിയിട്ട് ഒരു കോണ് പോലെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സൈഡിലൂടെ ഒന്നും ഇങ്ങനെ ഒലിച്ചാവുമൊന്നുമില്ല.
അങ്ങനെ ഞാനിവിടെ ഒരു 4 എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മൾ ആ ഇഡ്ഡലിയുടെ തട്ട് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് നമ്മളിത് ഓരോന്നായിട്ടും വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമ്മളൊരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് ആവി കയറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഇലയുടെയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. കാരണം ആ ഒരു വാഴൻ്റെ ഇലേൻ്റെ കളറ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നന്നായിട്ട് കുക്കായി എന്നുള്ളത്. കളറൊക്കെ ഒന്ന് മാറിയൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം കേട്ടോ. അതിൽ നിന്ന് നമുക്കിത് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാരണം അതിൻ്റെ അകത്തുള്ള ഒരു ഫില്ലിംഗ് ഒക്കെ നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു അരിപ്പൊടി മാത്രം ഇങ്ങനെ ആവി കയറ്റിയിട്ട് വേവേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ഒരു ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ ഇതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വാഴയില കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, മാവ് ബാക്കിയായി, ആ ഒരു തീനും മാവൊക്കെ ബാക്കിയായി. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളുടെ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് ഇങ്ങനെ ആ ഒരു നെയ്യൊന്നിങ്ങനെ തടവിയതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ മാവൊന്നിങ്ങനെ കുറേശ്ശായിട്ടൊന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ ഇങ്ങനെ കുറേശ്ശെയായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ്ങും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 4 എണ്ണത്തിൽ നമ്മൾ ഫില്ലിങ് ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ചും കൂടെ ആ ഒരു മാവ് മേലെ ഇങ്ങനെ ഒന്ന് കോരി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ മാവ് ഒരുപാട് ഒഴിക്കേണ്ട കേട്ടോ. ആ ഒരു ഫില്ലിങ് ഇങ്ങനെ കവർ ചെയ്യാനായിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ ഫില്ലിങ് ഇങ്ങനെ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കോട്ടിങ് പോലെ കുറച്ച് മാത്രം ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് കുറച്ചും കൂടെ നമ്മളെ തീന് ബാക്കിയുണ്ട് കേട്ടോ. ആ ഒരു മാവൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തട്ടും കൂടെ വെച്ചിട്ട് അതിൽ ഇതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഒരു തട്ടിലേക്കും കൂടെ ചെയ്തെടുത്തപ്പോൾ ഫില്ലിങ് മാവൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അവസാനത്തേക്ക് ഞാനങ്ങ് വടിച്ചെടുത്തിട്ട് ഒപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ മൂടിയൊക്കെ വെച്ച് അത് നന്നായിട്ടൊന്നിങ്ങനെ കുക്ക് ചെയ്തെടുത്തു. അപ്പോൾ ഞാനൊരു 12-13 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം 2 തട്ടുള്ളതുകൊണ്ട് നന്നായിട്ടൊന്ന് കുക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മളുടെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചൂടൊക്കെ ഒന്നിങ്ങനെ ആറിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ചൂടോടെ കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഇത് കുറച്ചൊന്ന് ചൂടാറിയിട്ട് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നമ്മൾ വാഴയിലയുടെ ആ ഒരു കളറൊക്കെ മാറിയിട്ടുണ്ട്, നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാഴയിലേൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ നമ്മൾ ആ ഒരു അരിപ്പൊടിയുടെ ആ ഒരു മാവിലേക്കൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ നമുക്കത് എടുക്കാനും പറ്റുന്നുണ്ട്. കാരണം നമ്മൾ നെയ്യൊക്കെ തടവിയോണ്ട് തന്നെ അത് ഇലയിലൊന്നും പറ്റി പിടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ മുറിഞ്ഞൊക്കെ പോകുന്നുണ്ട്. ഒരുപാട് ഇങ്ങനെ കട്ടിയൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കഴിച്ച് നോക്കിയിട്ടോ, മധുരമൊക്കെ കണക്ക് തന്നെയാണ്, നല്ല മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചൊന്ന് മധുരം കൂടുതലാണ് നല്ലത്. കാരണം നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് ആ ഒരു അവിലേക്ക് ഇങ്ങനെ മധുരമൊക്കെ കുടിച്ചിട്ട് പിന്നീട് മധുരം കുറയും. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു മധുരം കൂടുതലാണ് നല്ലത്. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ സോഫ്റ്റ് ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു മാവൊക്കെ നമ്മൾ നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. ആ ഒരു മധുരമൊക്കെ വന്ന് നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു തട്ടിൽ ഞാൻ 4 എണ്ണം കുറച്ച് വലുതായിരുന്നു ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇങ്ങനെ കുറച്ച് കുഞ്ഞാണ് ഒഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് നല്ല ചെറുതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഇലയുടെ അത്ര ഒരു ടേസ്റ്റ് ഇല്ല. കാരണം അതിന് ഇലേൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ അതിൽ വരുന്നുണ്ട്. പിന്നെ മാവ് നല്ല തിന്നായിട്ട് പരത്തിയോണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ 2 പ്രാവശ്യമായിട്ട് ഇങ്ങനെ മാവ് ഒഴിച്ചുകൊണ്ട് കുറച്ചൊരു കട്ടിയുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഇലയടയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.